ആ പെട്ടിന്ന് കിട്ടാനുള്ളത് കിട്ടിയില്ലേ? ബന്ധം പറയണ്ട, കാര്യം പറ. ഈ കൊച്ചിന്റെ ഡീറ്റെയിൽസ് എന്തെങ്കിലും അറിയണ്ടേ? എത്ര കാലം ഞാൻ എന്നെ ചുമന്നു നടക്കും? ചുമന്നു ഒറ്റയ്ക്ക് എന്നെ കുടിക്കട്ടെ. നിങ്ങൾ അങ്ങനെ സൂക്ഷിക്കണ്ട, സെർച്ച് ചെയ്യേ. കൊച്ചിനെ കുട്ടി ഫോട്ടോ എടുത്തോ? എന്റെ ഫോട്ടോ അല്ല, അവളുടെ അച്ഛന്റെയാ. അയാളെ കണ്ട എന്നെ പോലെ തന്നെ ഉണ്ട്. ആദ്യം അയാളെ കണ്ടുപിടിച്ച് കൊച്ചിനെ അയാളെ ഏൽപ്പിക്കണം. എവിടെ ഉണ്ടെന്ന് ആർക്കറിയാം? എവിടെ ഉണ്ടായാലും കണ്ടുപിടിക്കും ഞാൻ. ചോദിക്ക്. ശരി. ഈ ഫോട്ടോയിലുള്ള ആളിനെ എവിടെ കണ്ടിട്ടുണ്ടോ? എന്താടാ നമ്പർ ഇറക്കുക? ആളെ പുറകെ നിർത്തിയിട്ട് കണ്ടിട്ടുണ്ടാ? എടാ പുതിയ പുതിയ ഐറ്റംസ് ആയിട്ട് കക്കാൻ ഇറങ്ങിയിരിക്കാന്നോ? പോയാ പോരെ. എന്തിനാ എല്ലാരും കൂടെ ഓടുന്നത്? അതെനിക്കെങ്ങനെ അറിയാം? വാ കേറ് കേറ്, നമുക്ക് പോ. എവിടെ പോവാനാ? എവിടെ പോയാലും അവന്റെ ചാവ് എന്റെ കൈ കൊണ്ടാ. വരണ്ട. മിസ്റ്റർ വിക്രം, നിങ്ങൾക്ക് കംപ്ലീറ്റ് ബെഡ് റെസ്റ്റ് വേണമെന്ന് ഞാൻ മുമ്പേ പറഞ്ഞതാണ്. അതൊന്നും കാര്യമാക്കുക. നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടത്തിന് ഇറങ്ങിയാലോ? നിങ്ങളുടെ സിറ്റുവേഷൻ നിങ്ങൾ മനസ്സിലാക്കണം. ഇതിന് മുമ്പ് നടന്ന ആക്സിഡന്റിൽ നിങ്ങളുടെ ബ്രെയിനിന് ഒരു ക്ഷതം ഉണ്ടായിട്ടുണ്ട്. അത് കാരണം ഒരു മേജർ ബ്ലഡ് വെസൽ ഡാമേജ് ആയി ബലൂൺ പോലെ വീർത്തിരിക്കുകയാണ്. അത് ഏത് നിമിഷവും പൊട്ടാവുന്ന നിലയിലാണ്. ഒന്നുകൂടി വ്യക്തമാക്കിയാൽ തലയിൽ ഒരു അഗ്നിപർവ്വതവും കൊണ്ടാണ് നിങ്ങളുടെ നടപ്പ്. പ്ലീസ് കോഓപ്പറേറ്റ് വിത്ത് മീ. ഹോസ്പിറ്റൽ വിട്ട് വെളിയിൽ പോകരുത്. എന്റെ വാക്ക് തട്ടിക്കളയുന്നതും മരണം ചോദിച്ചു വാങ്ങുന്നതും തുല്യമായിരിക്കും. എന്നാ തിന്നോ. എന്താ വിശപ്പില്ല നിനക്ക്? എന്നാ തിന്ന്. എന്നും എനിക്ക് വാരി തരുന്നത് ഡാഡിയല്ലേ? ഇനി അതിന്റെ ഒരു കുറവേ ഉള്ളൂ. എന്റെ കൈ മുറിഞ്ഞിരിക്കുക, വേണമെങ്കിൽ തിന്നടി. ഇരിക്കുന്ന ഇരിപ്പുണ്ടില്ലേ, ദരിദ്രം പിടിച്ച സാധനം. കുളിപ്പിക്കണം, ചാപ്പാടുണ്ടാക്കണം, വാരി കൊടുക്കണം, ശല്യം. ഡാഡി, ഇനി എന്താ? കൈ മുറിഞ്ഞിരിക്കല്ലേ, ഞാൻ വാരിത്തരാം. എനിക്ക് വിശപ്പൊന്നുമില്ല, നീ കഴിച്ചോ.
പോ. ഓ ശല്യം. ഞാൻ കഴിച്ചില്ലെങ്കിൽ എന്താടി നിനക്ക് ഇറങ്ങൂലേ? നാശം പിടിച്ചത്. ഛെ. എവിടെയാ പിശാച്? ആ ഉറങ്ങിയ. തിന്നില്ല. നിന്നെ അല്ല നിന്റെ തന്തയെ പറഞ്ഞാ മതി. അവന് വേണ്ടാത്തോണ്ട് അവൻ നിന്നെ ഒരു പെട്ടിയിലാക്കി എന്റെ തലയിൽ കെട്ടി വെച്ചു. അതുകൊണ്ട് നീ തിന്നോ തിന്നാതിരിക്കോ ചാകോ അതെനിക്കൊരു പ്രശ്നമല്ല. എന്റെ അമ്മോ, ഈ സത്യബാബു നീയുമായിട്ട് ഒരു ബന്ധവുമില്ല. നിനക്ക് ചോറ് വിളമ്പി ഊട്ടിത്തരണം. അതിന് എന്നെ കിട്ടില്ല. മനസ്സിലായോ? ഷോ, ഞാൻ സീരിയസ് ആയിട്ട് സംസാരിക്കുമ്പോ നിനക്ക് പാട്ടാ? സൈലൻസ്. സൈലൻസ് ആവാൻ പറഞ്ഞാ നീ കിട്ടേണ്ടത് കിട്ടിയപ്പോ ആരായാലും പാട്ട് നിർത്തും. ഈ ശവത്തിന് ഉറക്കൂല്ലേ? എന്തിനാ കരയുന്നേ? അമ്മയുടെ പാട്ട് വരുന്നില്ല ഡാഡി. ഇത് പൊട്ടിപ്പോയി. ഈ ഒരു ഉരുള കൂടി കഴിക്കുമ്പോളെ. വേണ്ട ഡാഡി. എന്റെ പൊന്നു മോളല്ലേ, ഒന്നേ ഒന്ന്. വാ, അത് മതി. വാ വാ. അങ്ങനെ അച്ഛന്റെ പൊന്നുമോള്. ഡാഡി ആരോ വന്നേക്കണു. കൂടുതൽ വിശദീകരിച്ച് ബുദ്ധിമുട്ടണ്ട. അബദ്ധം പറ്റിയത് എനിക്ക്. നിങ്ങളെ ഞാൻ ഒരുപാട് വിശ്വസിച്ചു. കുട്ടികളെ ഇഷ്ടമല്ല എന്ന് പറഞ്ഞപ്പോ നമുക്ക് കുട്ടികൾ വേണ്ടെന്ന് വരെ ഞാൻ തീരുമാനിച്ചു. വേണ്ട, നിങ്ങൾ എന്നെ ചതിച്ചു. മോൾ ഇവിടെ തന്നെ ഇരുന്നു, ഞാനിപ്പോ വരാം. നീരു, ഞാൻ പറയുന്ന ഒന്ന് വിശ്വസിക്കേ. ആ കുട്ടി എന്റേതല്ല. ആ കുട്ടി നിന്നെ അച്ഛാന്ന് വിളിക്കുമ്പോ ഞങ്ങൾ നീ പറയുന്ന എങ്ങനെ വിശ്വസിക്കും? അതിന്റെ അച്ഛൻ കാഴ്ചയിൽ എന്നെ പോലെയാ. അതുകൊണ്ട് ആ കുട്ടി കൺഫ്യൂഷനില്ല. നീ എല്ലാം മതിയാക്കിയെന്ന് മോള് പറഞ്ഞതുകൊണ്ടാണ് ഞങ്ങൾ ഈ ബന്ധം ആലോചിക്കാൻ വന്നത്. നീ ഒന്നും ഒരിക്കലും മാറില്ല. സർ, ഞാൻ പറയുന്നത് സത്യമാണ് സർ. നീരു, നീയെങ്കിലും ഒന്ന് വിശ്വസിക്കേ. ആ കുട്ടിയും ഞാനും തമ്മിലൊരു ബന്ധമില്ല. നീയാണ് സത്യം. നിനക്കും ആ കുട്ടിക്കും തമ്മിൽ ഒരു ബന്ധമില്ലല്ലോ. ഇല്ല സർ. അങ്ങനെയെങ്കിൽ വൈകിട്ട് 5 മണിക്കാണ് ഞങ്ങൾക്കുള്ള ട്രെയിൻ. അതിൽ നീ ഉണ്ടാവും. നീ ഒറ്റയ്ക്ക്.